നമസ്കാരം. ഇതുവരെയുള്ള എല്ലാ വാർത്തകളും സമഗ്രമായി നോക്കാം. ആദ്യം ന്യൂസ് അറ്റ് 6 PM പ്രധാന തലക്കെട്ടുകൾ. പ്രതിപക്ഷ വിമർശനങ്ങൾക്കിടെ രത്തൻ ഖേൽക്കർ മുഖ്യമന്ത്രിയുടെ സെക്രട്ടറിയായി ചുമതലയേറ്റു. അവധി ദിവസമായിട്ടും ഇന്ന് തന്നെ ചുമതലയേറ്റത് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം. നിയമന കാര്യത്തിൽ ഭരണത്തിലുള്ളവർ മറുപടി പറയട്ടെ എന്ന് KC വേണുഗോപാൽ. നിയമനത്തിലെ ഡീൽ വൈകാതെ പുറത്തുവരുമെന്ന് MB ഗോവിന്ദൻ. വ്യവസായ വകുപ്പ് ഡയറക്ടറുടെ നിയമനം ആഭ്യന്തര കാര്യമെന്നും മാധ്യമങ്ങളെ അറിയിക്കേണ്ടതില്ലെന്നും PK കുഞ്ഞാലിക്കുട്ടി. വിവാദ രക്ഷാപ്രവർത്തന കേസിൽ ADGP MR അജിത് കുമാറിന് കുരുക്ക് മുറുകുന്നു. കേസ് എഴുതി തള്ളാൻ അജിത് കുമാർ കേസ് ഡയറി തിരുത്തിച്ചു എന്ന SITയുടെ കണ്ടെത്തൽ. ഇതിനായി വയനാട് ദുരന്തം മറയാക്കിയെന്നും റിപ്പോർട്ട്. UDF അധികാരമേറ്റ് 6ാം നാൾ മുൻ മന്ത്രി റോഷി അഗസ്റ്റിന് എതിരെ വിജിലൻസ് അന്വേഷണം. നടപടി മലങ്കര ടൂറിസം പദ്ധതിയിലെ 112 കോടി രൂപയുടെ ക്രമക്കേട് പരാതിയിൽ. അന്വേഷണത്തെ സ്വാഗതം ചെയ്യുന്നുവെന്ന് റോഷി അഗസ്റ്റിൻ. CBSE +2 മൂല്യനിർണ്ണയ പ്രതിസന്ധിയിൽ ഇടപെട്ട് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി. CBSEയിൽ നിന്ന് റിപ്പോർട്ട് തേടി. പോർട്ടലിന്റെ സാങ്കേതിക തകരാർ പരിഹരിക്കാൻ നടപടി. IIT വിദഗ്ധ സംഘത്തെ നിയോഗിച്ചു. ഫീസ് അടച്ചിട്ടും നിരവധി വിദ്യാർത്ഥികൾക്ക് ഇനിയും ഉത്തരക്കടലാസിന്റെ പകർപ്പ് കിട്ടിയില്ല. അധികമായി ഈടാക്കിയ ഫീസ് തിരിച്ചു നൽകുമെന്ന് CBSE. വിദേശകാര്യമന്ത്രി ഡോക്ടർ S ജയശങ്കറും US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയും ഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. വ്യാപാരം, ഊർജം, സുരക്ഷിതമായ കുടിയേറ്റം എന്നിവയുൾപ്പെടെയുള്ള വിഷയങ്ങൾ ചർച്ചയായി. വ്യാപാര കരാർ എത്രയും വേഗം പൂർത്തിയാക്കേണ്ടതിന്റെ ആവശ്യകത എടുത്തു പറഞ്ഞ ജയശങ്കർ. പശ്ചിമേഷ്യൻ സംഘർഷത്തിൽ സുപ്രധാന പ്രഖ്യാപനം ഉടൻ പ്രതീക്ഷിക്കാമെന്ന് മാർക്കോ റൂബിയോ. സംസ്ഥാനത്ത് കനത്ത മഴ. കണ്ണൂരും എറണാകുളത്തും ഓറഞ്ച് അലേർട്ട്. 12 ജില്ലകളിൽ മുന്നറിയിപ്പ്. ഭൂതത്താൻകേട്ട് ബാരേജിന്റെ ഷട്ടറുകൾ തുറന്നു. പെരിയാറിൽ നേരിയ തോതിൽ ജലനിരപ്പ് ഉയരും. ആലപ്പുഴയിൽ ഇടിമിന്നലേറ്റ് 60കാരൻ മരിച്ചു. കർണാടക ബഡ്കലിൽ നദിയിൽ കക്ക വാരാനിറങ്ങിയ ഒരു കുടുംബത്തിലെ 8 പേർ മരിച്ചു. മരിച്ചവരിൽ 7 പേർ സ്ത്രീകൾ. പാകിസ്ഥാനിലെ ബലൂചിസ്ഥാനിൽ സ്ഫോടക വസ്തുക്കൾ നിറച്ച കാർ ട്രെയിനിലിടിച്ച് സ്ഫോടനം. സൈനികരുൾപ്പെടെ 24 പേർ കൊല്ലപ്പെട്ടു. 50-ലധികം പേർക്ക് പരിക്ക്. ഉത്തരവാദിത്തം ഏറ്റെടുത്ത് ബലൂച്ച് ലിബറേഷൻ ആർമി. പ്രതിപക്ഷ വിമർശനങ്ങൾക്കിടെ രത്തൻ ഖേൽക്കർ മുഖ്യമന്ത്രിയുടെ സെക്രട്ടറിയായി ചുമതലയേറ്റു. അവധി ദിവസമായിട്ടും ഇന്ന് തന്നെ ചുമതലയേറ്റത് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ്. മുഖ്യമന്ത്രിയുടെ സെക്രട്ടറിയായി സംസ്ഥാനത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറായിരുന്ന രത്തൻ ഖേൽക്കറെ നിയമിച്ചതിൽ കോൺഗ്രസിനെതിരെ രൂക്ഷ വിമർശനവുമായി BJP. ബംഗാളിൽ സമാനമായ നടപടിയുണ്ടായപ്പോൾ വിമർശിച്ച കോൺഗ്രസിനും രാഹുൽ ഗാന്ധിക്കും ഇപ്പോൾ മറുപടിയില്ലെന്ന് BJP IT സെൽ മേധാവി അമിത് മാളവ്യ പറഞ്ഞു. കോൺഗ്രസിന്റേത് ഇരട്ടത്താപ്പെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും വിമർശിച്ചു. കേരളത്തിൽ മുഖ്യമന്ത്രിയുടെ സെക്രട്ടറിയായി രത്തൻ ഖേൽക്കറുടെ നിയമനത്തിൽ രാഹുൽ ഗാന്ധിയുടെ നിലപാട് ചോദ്യം ചെയ്യുകയാണ് BJP ദേശീയ നേതൃത്വം. പശ്ചിമ ബംഗാളിൽ സമാന നിയമനമുണ്ടായപ്പോൾ വിമർശിച്ച രാഹുൽ ഗാന്ധി കേരളത്തിൽ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ നിയമനത്തിൽ മൗനം പാലിക്കുകയാണെന്ന് BJP IT സെൽ മേധാവി അമിത് മാളവ്യ എക്സിൽ കുറിച്ചു. കോൺഗ്രസിനും രാഹുൽ ഗാന്ധിക്കും ഇരട്ടത്താപ്പാണെന്നും അമിത് മാളവ്യ കൂട്ടിച്ചേർത്തു. രത്തൻ ഖേൽക്കറിന്റെ നിയമനത്തിൽ ഡീലുണ്ടോ എന്ന് വൈകാതെ പുറത്തുവരുമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പ്രതികരിച്ചു. 10,000-കണക്കിന് ആളുകളുടെ വോട്ടവകാശം നിഷേധിച്ച കമ്മീഷനാണ് ഇപ്പോൾ നിയമനം നൽകിയത്. കോൺഗ്രസിന് ഇരട്ടത്താപ്പാണെന്നും KC വേണുഗോപാലിന് കേരളത്തെക്കുറിച്ച് പറയാൻ സാധിക്കുന്നില്ലെന്നും MV ഗോവിന്ദൻ ചൂണ്ടിക്കാട്ടി. KC വേണുഗോപാൽ അദ്ദേഹം പറഞ്ഞത് അതെല്ലാം ഭരണകക്ഷിക്കാരുടെ ഭരണം നടത്തുന്നവരുടെ ചുമതലയാണ് എന്നാണ്. അപ്പോൾ അത് അവർ പറയുമെന്നാണ്. യഥാർത്ഥത്തിൽ രാഹുൽ ഗാന്ധിയാണ് ബംഗാളിനെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞത്. KC വേണുഗോപാലിന് കേരളത്തെപ്പറ്റി പറയാൻ പറ്റുന്നില്ല. ഒരു ഇരട്ടത്താപ്പ് നയമാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. മുഖ്യമന്ത്രിയാകുന്നതിന് മുൻപ് VD സതീശന്റെ മംഗളൂരു യാത്ര BJP നേതാക്കളുമായുള്ള കൂടിയാലോചനകൾക്കാണെന്ന് ആക്ഷേപമുണ്ടെന്ന് LDF കൺവീനർ TP രാമകൃഷ്ണൻ പറഞ്ഞു. UDFും തിരഞ്ഞെടുപ്പ് കമ്മീഷനും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് തുടക്കം മുതൽ പ്രശ്നമുണ്ടെന്നും അദ്ദേഹം ആരോപിച്ചു. ശ്രീ VD സതീശൻ കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവായപ്പോൾ മംഗലാപുരത്തേക്കൊരു യാത്ര നടത്തിയിരുന്നു. ആ മംഗലാപുരം യാത്രയെ സംബന്ധിച്ച് മാധ്യമങ്ങൾ ചില ആരോപണങ്ങൾ ഉന്നയിക്കുകയുണ്ടായി. അത് BJPയുടെ ഉയർന്ന നേതൃത്വവുമായി കൂടിയാലോചന നടത്തുന്നതിന് വേണ്ടിയാണ് പോയത് എന്നും
തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സ്വാധീനിക്കുന്നതിന് വേണ്ടിയുള്ള സൂചനകളുണ്ടെന്നും എല്ലാമുള്ള പ്രശ്നങ്ങൾ ആ ഘട്ടത്തിൽ തന്നെ ഉയർന്നു വന്നിട്ടുള്ളതാണ്. വി ഡി സതീശന്റെ ബംഗളൂരു യാത്രയെക്കുറിച്ച് കോൺഗ്രസ് നേതൃത്വം ഇതുവരെ വിശദീകരിച്ചിട്ടില്ല. ഖേൽക്കറുടെ നിയമനം അങ്ങേയറ്റം ദുരൂഹത നിറഞ്ഞതാണെന്നും ടി പി രാമകൃഷ്ണൻ പറഞ്ഞു. അമൃത ന്യൂസ്, ന്യൂഡൽഹി. വ്യവസായ വകുപ്പ് ഡയറക്ടറുടെ നിയമന വിഷയത്തിൽ പ്രതികരണത്തിനില്ലെന്ന് വ്യവസായ വകുപ്പ് മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി. അതൊക്കെ ആഭ്യന്തര കാര്യമാണ്, മാധ്യമങ്ങളെ അറിയിക്കേണ്ടതില്ല. ഇപ്പോൾ സർക്കാർ വാഗ്ദാനം ചെയ്ത കാര്യങ്ങൾ നടപ്പാക്കാനാണ് ശ്രമം. വ്യവസായ സൗഹൃദ സംസ്ഥാനമാണ് കേരളമെന്നും പി കെ കുഞ്ഞാലിക്കുട്ടി മലപ്പുറത്ത് പ്രതികരിച്ചു. മുഖ്യമന്ത്രി വി ഡി സതീശന് പറവൂർ പൗരാവലി നൽകുന്ന സ്വീകരണത്തിൽ നടൻ മോഹൻലാൽ സംസാരിക്കുകയാണ്. അതിന്റെ സാധ്യതകളെ ഫലപ്രദമായ വിധത്തിൽ വിനിയോഗിക്കാൻ നമുക്ക് സാധിച്ചിട്ടില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. നമ്മുടെ ചരിത്രം, സംസ്കാരം, കല, പ്രാദേശിക ഭംഗികൾ, കാലാവസ്ഥ, വാണിജ്യ വിഭവങ്ങൾ തുടങ്ങി ലോകത്തിന് പ്രിയപ്പെട്ട എത്ര കാര്യങ്ങൾ. കുരുമുളക് കൊണ്ടുപോയ വൈദേശിക ശക്തികളോട് ഞങ്ങളുടെ തിരുവാതിര ഞാറ്റുവേല നിങ്ങൾക്ക് കൊണ്ടുപോകാൻ സാധിക്കില്ലല്ലോ എന്ന് പറഞ്ഞ് രാജാവിനെ ഓർമ്മ വരുന്നു. അത്രമേൽ അനുഗ്രഹീതരാണ് നമ്മൾ. കാഴ്ചപ്പാടുള്ള ഒരു ഭരണാധികാരിക്ക് മുന്നിൽ ഒരേ സമയം വെല്ലുവിളിയും സാധ്യതകളുമാണ് ഇവ. സാമാന്യത്തിലധികം വായനയും ചിന്തയുമുള്ള സതീശൻ സാറിന് ഇക്കാര്യങ്ങളെല്ലാം എന്നെക്കാൾ നന്നായിട്ടറിയാം എന്നെനിക്ക് ഉറപ്പുണ്ട്. നെഹ്റുവിയൻ സോഷ്യലിസ്റ്റായ ശ്രീ വി ഡി സതീശൻ സാർ നെഹ്റുവിനെ പോലെ വലിയൊരു ഡ്രീമറാവാതെ തരമില്ല. അദ്ദേഹത്തിൻ്റെ സ്വപ്നങ്ങളിലൂടെ കേരളം മഴവിൽ ഭംഗിയോടെ വളരും എന്ന് ഞാൻ പ്രത്യാശിക്കുന്നു. അത്തരം ഒരു നാടിനെ സൃഷ്ടിക്കാൻ മുഖ്യമന്ത്രിക്ക് സാധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കേരളം നേരിടുന്ന പല വെല്ലുവിളികളെക്കുറിച്ച് മുമ്പ് ഞാൻ എൻ്റെ ബ്ലോഗുകളിൽ എഴുതിയിട്ടുണ്ട്. എന്നോട് തന്നെയുള്ള സംസാരങ്ങളായിരുന്നു ആ എഴുത്തുകൾ. ശുചിത്വം, പൗരബോധം, റോഡ് സംസ്കാരം, നിശബ്ദരായ മനുഷ്യരുടെ സഹനങ്ങൾ, ആരോഗ്യ മേഖലയിലെ പ്രശ്നങ്ങൾ തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ. പരിസര ശുചിത്വത്തെക്കുറിച്ച് ഞാൻ എപ്പോഴും പറയാറുള്ളതാണ്. മഴയും മഞ്ഞും വെയിലും മാറി മാറി വരുമ്പോൾ എത്ര രോഗങ്ങളാണ് കേരളത്തിൽ താവളമടിക്കാറുള്ളത്. ഇതിന് പലതിനും കാരണക്കാർ നമ്മൾ തന്നെയാണ് എന്നതാണ് സത്യം. ഒരു യുദ്ധത്തിൽ മരിക്കുന്നതിനേക്കാൾ മനുഷ്യർ കേരളത്തിലെ റോഡുകളിൽ ഒരു വർഷം മരിക്കുന്നു എന്ന് ഞാൻ ഞെട്ടലോടെ ഒരിടത്ത് വായിച്ച കാര്യം ഞാൻ ഓർക്കുന്നു. മരിച്ചവരെക്കാൾ അധികമാണ് ഗുരുതരമായ പരിക്കേറ്റ് വീടുകളിലേക്ക് ഒതുങ്ങി ജീവിതം തകർന്ന് കഴിയുന്നവർ. ഈ രണ്ട് കാര്യങ്ങൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ മുന്നിലേക്ക് എൻ്റെ ആകുലതകളായി നിൽക്കുകയാണ്. ആളെ കൊല്ലുന്ന റോഡുകളിൽ നിന്നും നാടിനെ നശിപ്പിക്കുന്ന മാലിന്യങ്ങളിൽ നിന്നും കേരളത്തെ രക്ഷിക്കാൻ നമുക്ക് സാധിച്ചാൽ അത് വലിയ ഒരു മറ്റ് പ്രധാനപ്പെട്ട വാർത്തകളിലേക്ക് വന്നാൽ, വിവാദ രക്ഷാപ്രവർത്തന കേസിൽ ADGP MR അജിത് കുമാറിന് കുരുക്ക് മുറുകുന്നു. കേസ് എഴുതി തള്ളാൻ അജിത് കുമാർ കേസ് ഡയറി തിരുത്തിച്ചു എന്നതാണ് SITയുടെ കണ്ടെത്തൽ. ഇതിനായി 2024 വയനാട് ദുരന്തത്തെ മറയാക്കിയെന്നും റിപ്പോർട്ടുണ്ട്. മാധ്യമങ്ങൾ ദുരന്തം ചർച്ച ചെയ്യുന്ന സമയത്ത് തന്നെ കേസ് അവസാനിപ്പിക്കാനായി അന്വേഷണ ഉദ്യോഗസ്ഥരെ 3 ദിവസം തിരുവനന്തപുരത്തേക്ക് വിളിച്ചു വരുത്തി റിപ്പോർട്ട് തിരുത്തിച്ചു. മുൻ അന്വേഷണ ഉദ്യോഗസ്ഥരുടെ മൊഴിയിലും റിപ്പോർട്ടിലുമാണ് ഞെട്ടിക്കുന്ന കണ്ടെത്തൽ. അജിത് കുമാറിനെതിരെ പ്രത്യേക സംഘം DGPക്ക് റിപ്പോർട്ട് നൽകും. ലോകം മുഴുവൻ കണ്ട ഈ മർദ്ദനത്തിന് തെളിവില്ലെന്നും ദൃശ്യങ്ങളില്ലെന്നുമായിരുന്നു പിണറായി സർക്കാരിന്റെ അന്വേഷണ സംഘം കണ്ടെത്തിയത്. ഇത് സംബന്ധിച്ച റിപ്പോർട്ട് സമർപ്പിച്ചത് 2024 ഓഗസ്റ്റ് 16-നാണ്. അതായത് മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിന്റെ 17-ാം നാൾ. ക്രമസമാധാന ADGP ആയിരുന്ന MR അജിത് കുമാറിന്റെ സമ്മർദ്ദം കൊണ്ടാണ് ആ സമയത്ത് റിപ്പോർട്ട് സമർപ്പിച്ചതെന്നാണ് SITയുടെ കണ്ടെത്തൽ. വയനാട് ദുരന്തത്തിൽ രക്ഷാപ്രവർത്തനത്തിന്റെ മേൽനോട്ട ചുമതല അജിത് കുമാറിനായിരുന്നു. ഈ സമയത്താണ് അജിത് കുമാർ അന്വേഷണ ഉദ്യോഗസ്ഥരെ തിരുവനന്തപുരത്തുള്ള തന്റെ ഓഫീസിലേക്ക് വിളിപ്പിച്ചത്. അതേസമയം തന്നെ അജിത് കുമാറും തിരുവനന്തപുരത്തെത്തി. ഗൺമാന്മാരെ കുറ്റവിമുക്തരാക്കി എത്രയും വേഗം കോടതിയിൽ റിപ്പോർട്ട് നൽകണമെന്നും ഇപ്പോൾ നൽകിയാൽ മാധ്യമങ്ങളൊന്നും അറിയില്ല എന്നും നിർദ്ദേശിച്ചു. തെളിവുകൾ എതിരാണെന്നും ഇനിയും അന്വേഷിക്കാനുണ്ടെന്നും ഉദ്യോഗസ്ഥർ നിലപാടെടുത്തതോടെ അദ്ദേഹത്തിന്റെ ഓഫീസിലിരുത്തി റിപ്പോർട്ട് തിരുത്തിച്ചു. ഓഗസ്റ്റ് 13, 14, 15 തീയതികളിൽ തിരുവനന്തപുരത്ത് താമസിപ്പിച്ച റിപ്പോർട്ട് തിരുത്തി എഴുതിയതിനു ശേഷമാണ് ആലപ്പുഴയിലേക്ക് മടക്കിയത്.
തെളിവുണ്ടെന്ന് വിശദീകരിക്കുന്ന അന്വേഷണ റിപ്പോർട്ട് ഒഴിവാക്കി പരാതിക്കാർ മർദ്ദന ദൃശ്യങ്ങൾ ഹാജരാക്കിയില്ല, ഗൺമാന്മാർ ചെയ്തത് ഔദ്യോഗിക കൃത്യനിർവഹണം മാത്രം, ജോലിയുടെ ഭാഗമായി ചെയ്യുന്ന കാര്യങ്ങൾക്ക് പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ കേസെടുക്കരുതെന്ന് നിയമമുണ്ടെന്നും എഴുതി ചേർത്തു. അങ്ങനെയാണ് കേസ് എഴുതിത്തള്ളാനുള്ള റിപ്പോർട്ട് കോടതിയിൽ നൽകേണ്ടി വന്നതെന്നാണ് അന്നത്തെ ഉദ്യോഗസ്ഥരുടെ മൊഴി. തിരുത്തിയ റിപ്പോർട്ടും തിരുത്താത്ത റിപ്പോർട്ടും SITയുടെ പക്കലുണ്ട്. ഇതോടെ അജിത് കുമാറിനെതിരെ നടപടിക്ക് ശുപാർശ ചെയ്ത് SIT DGPക്ക് റിപ്പോർട്ട് നൽകിയേക്കും. അമൃത ന്യൂസ്, തിരുവനന്തപുരം. മുൻ മന്ത്രി റോഷി അഗസ്റ്റിനെതിരെ വിജിലൻസ് അന്വേഷണം. മലങ്കര ടൂറിസം പദ്ധതിയുമായി ബന്ധപ്പെട്ട് 112 കോടി രൂപയുടെ ക്രമക്കേട് നടത്തിയെന്ന പരാതിയിലാണ് അന്വേഷണം. UDF സർക്കാർ അധികാരമേറ്റ് 6ാം നാളാണ് റോഷിക്കെതിരായ അന്വേഷണത്തിന് ഉത്തരവിട്ടത്. ഇടുക്കി വിജിലൻസ് ഡിവൈഎസ്പിക്കാണ് അന്വേഷണ ചുമതല. FSIT റീഡിഫൈൻ ഡെസ്റ്റിനേഷൻ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിക്കാണ് മലങ്കര ടൂറിസം പദ്ധതിക്കുള്ള കരാർ നൽകിയത്. ഇതിൽ ക്രമക്കേട് നടന്നുവെന്നാണ് ആരോപണം. മുട്ടം സ്വദേശി ബേബി ജോസഫാണ് പരാതിക്കാരൻ. ടെൻഡർ നടപടികൾ സുതാര്യമായിരുന്നില്ല. 30 വർഷത്തേക്ക് ജലാശയം സ്വകാര്യ ഏജൻസിക്ക് പാട്ടത്തിന് നൽകി. പദ്ധതി ലാഭത്തിന്റെ 3.5% മാത്രം സർക്കാരിന് ലഭിക്കുന്ന രീതിയിലാണ് കരാർ തയ്യാറാക്കിയിരിക്കുന്നത്. ബാക്കി 96.5% സ്വകാര്യ ഏജൻസിക്ക് ലഭിക്കും. ടെൻഡർ വിളിച്ചതിന് ശേഷം രൂപീകരിച്ച ഒരു കടലാസ് കമ്പനിക്കാണ് കരാർ നൽകിയതെന്നും ഈ കമ്പനി മാത്രമാണ് ടെൻഡറിൽ പങ്കെടുത്തതെങ്കിലും റീടെൻഡർ വിളിക്കാൻ സർക്കാർ തയ്യാറായില്ലെന്നും ആരോപണമുണ്ട്. കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്താണ് ഈ പരാതി ഉയർന്നു വന്നത്. എന്നാൽ അന്ന് അന്വേഷണം ഒന്നും തന്നെ ഉണ്ടായില്ല. തനിക്കെതിരെയുള്ള ആരോപണങ്ങൾ നിഷേധിച്ച മുൻമന്ത്രി റോഷി അഗസ്റ്റിൻ രംഗത്ത് വരികയും ചെയ്തു. സർക്കാർ മാറിയതോടെയാണ് ഈ പരാതിയിൽ അന്വേഷണം നടക്കുന്നത്. അന്വേഷണത്തിന്റെ ആദ്യഘട്ടമായി പരാതിക്കാരനായ ബേബി ജോസഫിന്റെ മൊഴി വിജിലൻസ് രേഖപ്പെടുത്തും. തുടർന്ന് പരാതിയുമായി ബന്ധപ്പെട്ട ഫയലുകളും രേഖകളും പരിശോധിക്കും. ആരോപണങ്ങളിൽ കഴമ്പുണ്ടെന്ന് കണ്ടെത്തിയാൽ FIR രജിസ്റ്റർ ചെയ്ത് മന്ത്രിയെയും ഉദ്യോഗസ്ഥരെയും പ്രതി ചേർക്കുന്ന ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് വിജിലൻസ് കടക്കും. അമൃത ന്യൂസ്, തിരുവനന്തപുരം. അന്വേഷണത്തെ സ്വാഗതം ചെയ്യുന്നുവെന്ന് മുൻമന്ത്രി റോഷി അഗസ്റ്റിൻ അമൃത ന്യൂസിനോട്. ഒരു തരത്തിലുമുള്ള ആശങ്കയില്ലെന്നും നടപടിക്രമങ്ങൾ പാലിച്ചാണ് ടെൻഡർ വിളിച്ചതെന്നും റോഷി അഗസ്റ്റിൻ പറഞ്ഞു. സർക്കാരിന് ഒരു നഷ്ടവും ഉണ്ടാക്കുന്ന പദ്ധതിയല്ലെന്നും ലാഭത്തിന്റെ വിഹിതമല്ല, വരുമാനത്തിന്റെ വിഹിതമാണ് സർക്കാരിന് ലഭിക്കുന്നതെന്നും റോഷി അഗസ്റ്റിൻ വ്യക്തമാക്കി. 112 കോടിയുടെ പദ്ധതിയാണിത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഒരു ആക്ഷേപങ്ങളോ പരാതിയൊക്കെ ഉണ്ടായാൽ പിന്നെ പരാതിയിൽ അന്വേഷിക്കാമല്ലോ. അന്വേഷണം ഏതായാലും ആവശ്യമാണ്. ഇറിഗേഷൻ ടൂറിസം എന്നൊരു കൺസെപ്റ്റ് PPP മോഡലിലാണ്. അപ്പോൾ ഇത് ചെയ്ത് നടപ്പിലാക്കുമ്പോൾ ലഭിക്കുന്ന വരുമാനത്തിൻ്റെ പെർസെൻറ്റേജ് സർക്കാരിലേക്ക് കിട്ടുകയും ചെയ്യണം. ലീസ് പീരീഡ് കഴിയുമ്പം ഈ മുതൽ സർക്കാരിലേക്ക് നിക്ഷിപ്തമാവുകയും ചെയ്യണം. ഈ കാലയളവിൽ ഏതെങ്കിലും ഘട്ടത്തിൽ ലീസിന് വിരുദ്ധമായി അല്ലെങ്കിൽ എഗ്രിമെൻറ്റിന് വിരുദ്ധമായി പ്രവർത്തിച്ചെങ്കിൽ ഇത് ക്യാൻസൽ ആവുകയും ചെയ്യും. നിക്ഷേപകർ കേരളത്തിലേക്ക് വരാൻ താല്പര്യം കാണിക്കുന്നതിനും കൂടെ തടസ്സം നിൽക്കുന്ന സ്ഥിതി ആയതിപ്പം. അപ്പോൾ നിക്ഷേപ സൗഹൃദമായി കേരളത്തെ കൊണ്ടുപോകുന്നതിന് ഗവൺമെൻറ്റുകൾ മാറി വന്നാലും അതാണല്ലോ സർക്കാർ ആഗ്രഹിക്കുന്നത്. പയ്യന്നൂരിൽ നേതാക്കൾ കുഞ്ഞികൃഷ്ണന് വോട്ട് ചോർത്തി നൽകിയെന്ന ആരോപണം. CPM ഏരിയ കമ്മിറ്റിയിൽ രൂക്ഷമായ വാക്കേറ്റം. CPM സ്ഥാനാർത്ഥിക്കെതിരെ ഒളിഞ്ഞും തെളിഞ്ഞും നേതാക്കൾ പ്രചാരണം നടത്തിയെന്നും വിമർശനമുയർന്നു. തോൽവി പഠിക്കാൻ അന്വേഷണ കമ്മീഷൻ വേണമെന്ന ആവശ്യവും യോഗത്തിൽ ഉന്നയിച്ചു. പാർട്ടിയുടെ ശക്തി കേന്ദ്രത്തിലുണ്ടായ കനത്ത തോൽവിയിൽ തെറ്റുതിരുത്തൽ നടപടികളുടെ ഭാഗമായാണ് യോഗങ്ങൾ വിളിച്ചു ചേർത്തത്. പയ്യന്നൂരിലെ തോൽവിയിൽ രൂക്ഷ വിമർശനമാണ് യോഗത്തിൽ ഉയർന്നത്. ലോക്കൽ സെക്രട്ടറി വോട്ട് ചോർത്തി നൽകിയതിന് തെളിവുണ്ടെന്നും ഏരിയ കമ്മിറ്റി പിരിച്ചുവിടണമെന്നും ഒരു വിഭാഗം നേതാക്കൾ ആവശ്യപ്പെട്ടു. നേതാക്കളിൽ പലരും ഒളിഞ്ഞും തെളിഞ്ഞും കുഞ്ഞികൃഷ്ണനെ സഹായിച്ചു. രാത്രികാലങ്ങളിൽ രഹസ്യപ്രചാരണം നടത്തി. രക്തസാക്ഷി ഫണ്ട് കണക്ക് പുറത്തുവരില്ല എന്ന് ഉറപ്പായതോടെ അണികൾ എതിരായെന്നും പാർട്ടി സ്ഥാനാർത്ഥി തോറ്റുകാണാൻ പ്രവർത്തകരും അനുഭാവികളും ആഗ്രഹിച്ചെന്നും ഇത്തരത്തിൽ മുന്നോട്ടു പോയാൽ CPM തകരുമെന്നും ഏരിയ കമ്മിറ്റി വിലയിരുത്തി. തോൽവി പഠിക്കാൻ അന്വേഷണ കമ്മീഷൻ വേണമെന്ന ആവശ്യവും ഉയർന്നു. അമൃത ന്യൂസ്, കണ്ണൂർ. കർണാടക ബഡ്കലിൽ 8 പേർ മുങ്ങി മരിച്ചു. ആൽവേക്കൊടി ബീച്ചിന് സമീപം തട്ടേഹാക്കൽ നദിയിൽ കക്ക വാരാനിറങ്ങിയവരാണ് മരിച്ചത്. 3 പേരെ കാണാനില്ല. ഇവർക്കായി തിരച്ചിൽ തുടരുകയാണ്. ഒരു കുടുംബത്തിലെ അംഗങ്ങളാണ് മരിച്ചത്. ഇവരിൽ 7 പേർ സ്ത്രീകളാണ്. കക്ക വാരുന്നതിനിടെ പെട്ടെന്ന് വെള്ളം ഉയരുകയായിരുന്നു. 14 പേരടങ്ങിയ സംഘം വിനോദയാത്രയ്ക്ക് എത്തിയവരാണ്. 3 പേരെ നാട്ടുകാർ രക്ഷപ്പെടുത്തി. സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം അതിശക്തമായ മഴയ്ക്ക് സാധ്യത. കണ്ണൂർ ജില്ലയിൽ ഓറഞ്ച് അലർട്ടാണ്. അടുത്ത 3 മണിക്കൂറിൽ ജില്ലയിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ ശക്തമായ മഴയ്ക്കും മണിക്കൂറിൽ 40 മുതൽ 60 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. എറണാകുളം ജില്ലയിലും ഓറഞ്ച് അലർട്ടാണ്. ശക്തമായ കാറ്റിനും ഇടിമിന്നലിനും സാധ്യതയുള്ളതിനാൽ ജാഗ്രത പാലിക്കണമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. കേരള തീരത്തോട് ചേർന്ന് ന്യൂനമർദ്ദപാത്തി രൂപപ്പെട്ടിട്ടുണ്ടെന്നും കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പ് അറിയിച്ചു. അറബിക്കടലിൽ ചക്രവാത ചുഴിയും നിലനിൽക്കുന്നു. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ ഈ മാസം 28 വരെ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഭൂതത്താൻകെട്ട് ബാരേജിന്റെ ഷട്ടറുകൾ തുറന്നു. പെരിയാറിൽ നേരിയ തോതിൽ ജലനിരപ്പ് ഉയരും.
ശക്തമായ മഴയിലും കാറ്റിലും കുണ്ടറ കേരളപുരത്ത് KSRTC ബസ്സിന് മുകളിൽ മരം കടപുഴകി വീണു. കൊല്ലം തിരുമംഗലം ദേശീയപാതയിൽ കൊട്ടാരക്കര ഭാഗത്തേക്ക് പോവുകയായിരുന്ന KSRTC ബസ്സിന് മുകളിലേക്കാണ് മരം വീണത്. ബസ്സിലുണ്ടായിരുന്ന യാത്രക്കാർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. അപകടത്തിൽ ബസ്സിന്റെ മുകൾ ഭാഗം ഭാഗികമായി തകർന്നു. ആലപ്പുഴയിൽ ഇടിമിന്നലേറ്റ് 60കാരൻ മരിച്ചു. അരൂർ കോടംതുരുത്ത് ചമ്മനാട്ടുതറയിൽ രവിയാണ് മരിച്ചത്. വീട്ടിൽ നിന്ന് കുളിക്കാനായി പുറത്തെ ശുചിമുറിയിലേക്ക് പോകുമ്പോഴായിരുന്നു മിന്നലേറ്റത്. ഉടൻ തുറവൂർ താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. കൺസ്ട്രക്ഷൻ തൊഴിലാളിയാണ് രവി. രാവിലെ അതിശക്തമായ മഴയും ഇടിമിന്നലും ഉണ്ടായിരുന്നു. CBSE +2 പുനർമൂല്യനിർണ്ണയത്തിലെ പ്രശ്നങ്ങളിൽ റിപ്പോർട്ട് തേടി കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം. സാങ്കേതിക പിഴവ്, വിദ്യാർത്ഥികൾ നേരിടുന്ന ബുദ്ധിമുട്ടുകൾ സംബന്ധിച്ച് വിശദമായ റിപ്പോർട്ട് നൽകാൻ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ ആവശ്യപ്പെട്ടു. വെബ്സൈറ്റിലെ തകരാറ് കാരണം ഈടാക്കിയ അധിക ഫീസ് തിരിച്ചു നൽകുമെന്നും സാങ്കേതിക തകരാർ ഉടൻ പരിഹരിക്കുമെന്നും CBSE അറിയിച്ചു. CBSEയുടെ ഔദ്യോഗിക വെബ്സൈറ്റിൽ സാങ്കേതിക തകരാറിനെ തുടർന്ന് +2 പുനർമൂല്യനിർണ്ണയത്തിന് അപേക്ഷിക്കാൻ വിദ്യാർത്ഥികൾ പ്രതിസന്ധി നേരിട്ടിരുന്നു. ഇക്കാര്യം ചൂണ്ടിക്കാട്ടി പ്രധാനമന്ത്രിക്കുൾപ്പെടെ പരാതി ലഭിച്ച സാഹചര്യത്തിലാണ് വിഷയത്തിൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ ഇടപെട്ടത്. സാങ്കേതിക പിഴവിനെക്കുറിച്ചും വിദ്യാർത്ഥികൾ നേരിട്ട ബുദ്ധിമുട്ട് സംബന്ധിച്ചും വിശദമായ റിപ്പോർട്ട് നൽകാൻ വിദ്യാഭ്യാസ മന്ത്രി ആവശ്യപ്പെട്ടു. പ്രാഥമിക അന്വേഷണം നടത്തി നിലവിലെ പ്രശ്നങ്ങൾക്ക് ഉത്തരവാദികളായ ഉദ്യോഗസ്ഥർക്കെതിരെയും വെബ്സൈറ്റ് കൈകാര്യം ചെയ്യുന്ന ഏജൻസിക്കെതിരെയും നടപടി സ്വീകരിച്ചേക്കും. പുനർമൂല്യനിർണ്ണയത്തിനായി ഉത്തരക്കടലാസിന്റെ പകർപ്പ് എടുക്കാനുള്ള അപേക്ഷ സമർപ്പിക്കുന്നതിനിടെയാണ് വെബ്സൈറ്റിൽ സാങ്കേതിക പ്രശ്നം നേരിട്ടത്. ഫീസിനത്തിലും ലഭിച്ച ഉത്തരക്കടലാസിന്റെ പകർപ്പിലും സാങ്കേതിക പ്രശ്നങ്ങളുണ്ടായി. 2 ദിവസത്തിനുള്ളിൽ സാങ്കേതിക തകരാറുകൾ പൂർണ്ണമായും പരിഹരിക്കുമെന്നും പുനർമൂല്യനിർണ്ണയത്തിന് ആഗ്രഹിക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും അവസരമുണ്ടാകുമെന്നും CBSE അറിയിച്ചു. വെബ്സൈറ്റിലെ തകരാർ മൂലം അധികമായി ഈടാക്കിയ ഫീസ് തിരിച്ചു നൽകും. അമൃത ന്യൂസ്, ന്യൂഡൽഹി. വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കറും US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയും ഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. വ്യാപാരം, ഊർജ്ജം, ജനങ്ങളുടെ സുരക്ഷിതമായ കുടിയേറ്റം, പ്രാദേശിക സുരക്ഷ എന്നിവയുൾപ്പെടെയുള്ള വിഷയങ്ങൾ ചർച്ചയായി. ഇന്ത്യയും USഉം തമ്മിൽ ആഴത്തിലുള്ളതും വിപുലവുമായ ആഗോള തന്ത്രപ്രധാന പങ്കാളിത്തമാണ് പങ്കിടുന്നതെന്ന് ഡോക്ടർ ജയശങ്കർ പറഞ്ഞു. വ്യാപാര കരാർ എത്രയും വേഗം പൂർത്തിയാക്കേണ്ടതിന്റെ ആവശ്യകത ജയശങ്കർ വ്യക്തമാക്കി. ഇന്ത്യയുടെ ഊർജ്ജ സുരക്ഷയ്ക്ക് വൈവിധ്യമാർന്ന ഊർജ്ജ സ്രോതസ്സുകൾ അത്യാവശ്യമാണ്. തർക്കങ്ങളിൽ ചർച്ചകൾക്കും നയതന്ത്രത്തിനുമുള്ള ഇന്ത്യയുടെ നിലപാടും തടസ്സമില്ലാത്ത സമുദ്ര വാണിജ്യത്തിന്റെ പ്രാധാന്യവും അദ്ദേഹം ആവർത്തിച്ചു. ഇന്ത്യയെ അമേരിക്കയുടെ ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പങ്കാളികളിലൊന്നായി വിശേഷിപ്പിച്ച മാർക്കോ റൂബിയോ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തിന്റെ തന്ത്രപരമായ പ്രാധാന്യത്തെ ശക്തമായി അടിവരയിട്ടു. ഇരു രാജ്യങ്ങളും ഭീകരവാദം മൂലം കഷ്ടപ്പെട്ടിട്ടുണ്ടെന്നും പുതിയ നൂറ്റാണ്ടിനെ നിർണ്ണയിക്കുന്ന എല്ലാ പ്രധാന വിഷയങ്ങളിലും ഇന്ത്യയും USഉം തന്ത്രപരമായി ഒരുമിച്ചാണെന്നും അദ്ദേഹം പറഞ്ഞു. In terms of the political understanding between India and the United States, I think we have a strategic partnership which emanates from a convergence of national interests in many areas. Yesterday, during the Secretary's call on the Prime Minister, some global and regional issues were discussed, and in our subsequent meeting at the embassy, we took up developments pertaining to West Asia, Middle East. US-ഇറാൻ സംഘർഷത്തിൽ സുപ്രധാനമായ ഒരു പ്രഖ്യാപനം ഉടൻ ഉണ്ടായേക്കുമെന്ന് അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ. ഇന്ത്യ സന്ദർശനത്തിനിടെ ഡൽഹിയിൽ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായി നടത്തിയ സംയുക്ത വാർത്താ സമ്മേളനത്തിലാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത്. പശ്ചിമേഷ്യൻ സംഘർഷത്തിന് അറുതി വരുത്താൻ ലക്ഷ്യമിട്ടുള്ള സമാധാന കരാറിലേക്കുള്ള ചർച്ചകൾ അവസാന ഘട്ടത്തിലാണെന്ന് റൂബിയോ സൂചിപ്പിച്ചു. യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള ധാരണയ്ക്ക് അടുത്തെത്തിയതായി കഴിഞ്ഞ ദിവസം ഇരു രാജ്യങ്ങളും വ്യക്തമാക്കിയിരുന്നു. Iran situation. There'll be, I believe, maybe more news coming out a little bit later today on this topic, and I'll leave it to the President to make further announcements on it. Suffice it to say that some progress has been made, significant progress, although not final progress has been made. Ultimately, I remind everybody, I think this ties into the second question that was asked in relations to it. What is the goal here? The goal here ultimately, the ultimate goal is that Iran can never have a nuclear weapon. പാകിസ്ഥാനിലെ ബലൂചിസ്ഥാനിൽ സ്ഫോടക വസ്തുക്കൾ നിറച്ച കാർ ട്രെയിനിലിടിച്ച് സ്ഫോടനം. സൈനികർ ഉൾപ്പെടെ 24 പേർ കൊല്ലപ്പെട്ടു. 50-ലധികം പേർക്ക് പരിക്കേറ്റതായും റിപ്പോർട്ടുണ്ട്. കൊറ്റയിലെ റെയിൽവേ ട്രാക്കിന് സമീപത്താണ് സ്ഫോടനമുണ്ടായത്. സൈനിക ഉദ്യോഗസ്ഥരുമായി സഞ്ചരിച്ച ട്രെയിനിനെ ലക്ഷ്യമിട്ടായിരുന്നു സ്ഫോടനം. സ്ഫോടനത്തിന്റെ ഉത്തരവാദിത്വം വിഘടനവാദ സംഘടനയായ ബലൂച്ച് ലിബറേഷൻ ആർമി ഏറ്റെടുത്തു. ചാവേർ ആക്രമണം ആണ് നടന്നതെന്ന് BLA അവകാശപ്പെട്ടു. ശക്തമായ സ്ഫോടനത്തെ തുടർന്ന് ട്രെയിനിന്റെ 2 ബോഗികൾ തലകീഴായി മറിഞ്ഞ് തീപിടിച്ചു. സമീപം പാർക്ക് ചെയ്തിരുന്ന ചില വാഹനങ്ങൾക്കും കേടുപാടുകൾ സംഭവിച്ചു.
സൗദി അറേബ്യയിൽ വീണ്ടും മലയാളി യുവാക്കൾ വിസ തട്ടിപ്പിൽ കുടുങ്ങിയതായി പരാതി. പത്തനംതിട്ട ചിറ്റാർ വയ്യാറ്റുപുഴ സ്വദേശികളായ 2 യുവാക്കളാണ് റിയാദിൽ ദുരിതത്തിലായിരിക്കുന്നത്. പ്രമുഖ അമേരിക്കൻ കമ്പനിയായ അരാംകോയിൽ ജോലി വാഗ്ദാനം ചെയ്ത് ലക്ഷങ്ങൾ തട്ടിയെടുത്ത ശേഷം ഇവരെ ലേബർ ക്യാമ്പിൽ തടങ്കലിലാക്കി എന്നാണ് വിവരം. യുവാക്കൾക്ക് കടുത്ത മർദ്ദനമേൽക്കുന്നുണ്ടെന്നും പട്ടിണിയിലാണെന്നും കാണിച്ച് കുടുംബം പ്രവാസി മന്ത്രാലയത്തിന് പരാതി നൽകി. ചിറ്റാർ വയ്യാറ്റുപുഴ ഒറ്റപ്ലാമൂട്ടിൽ ഹസീനയുടെ മകൻ ഷിയാസ് മോൻ, ബന്ധുവായ അൻഷാദ് അഷറഫ് എന്നിവരാണ് റിയാദിൽ വഞ്ചിക്കപ്പെട്ട് ദുരിതക്കയത്തിലായത്. ഹസീനയുടെ മകളുടെ ഭർത്താവായ നൌഷാദ് ജമാൽ എന്നയാളാണ് വിസ വാഗ്ദാനം ചെയ്ത് ഇവരിൽ നിന്ന് പണം വാങ്ങിയത്. പ്രമുഖ കമ്പനിയായ അരാംകോ പെട്രോളിയത്തിൽ ജോലി ശരിയാക്കി തരാമെന്ന് വിശ്വസിപ്പിച്ച് 2 പേരിൽ നിന്നുമായി 2,60,000 രൂപ ഇയാൾ കൈപ്പറ്റി. തുടർന്ന് മുംബൈ വഴി റിയാദിലേക്ക് തിരിക്കുന്നതിനിടെ ഫോർമാലിറ്റിയുടെ ഭാഗമെന്ന് പറഞ്ഞ ചില പേപ്പറുകളിൽ ഇവർ ഒപ്പിട്ടു വാങ്ങിയിരുന്നു. എന്നാൽ റിയാദിലെത്തിയപ്പോഴാണ് തങ്ങൾ വഞ്ചിക്കപ്പെടുകയായിരുന്നുവെന്ന് യുവാക്കൾ തിരിച്ചറിഞ്ഞത്. അവിടുത്തെ ഏജൻറ്റ് അവിടുത്തെ ഓഫീസിൽ ചെന്നപ്പോൾ അവർ പറഞ്ഞു ഇത് കുറച്ച് പേപ്പറിൽ സൈൻ ഇടാൻ പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾക്കത് വായിച്ച് നോക്കണമെന്ന് പറഞ്ഞപ്പോൾ അവർ വായിക്കാൻ തരത്തില്ലെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ഏജൻറ്റായ നൌഷാദിനെയും അതുപോലെ അഖിലിനെയൊക്കെ വിളിച്ചപ്പോൾ അവർ പറഞ്ഞ് അത് പേടിക്കാനൊന്നും ഇല്ല, അതൊരു ചുമ്മാ ഒരു ഇതിനു വേണ്ടി എന്ന് പറഞ്ഞ് ഞങ്ങളെ കൊണ്ട് അവിടുന്ന് സൈൻ ഇടിയിപ്പിച്ചു. 3-ാം തീയതി റിയാദിൽ വന്നപ്പോൾ ഞങ്ങളെ വിളിക്കാൻ ആൾ വരുമെന്ന് പറഞ്ഞു. ഏതാണെന്ന് പോലും ഞങ്ങൾക്കറിയത്തില്ല. ഞങ്ങളെ വിളിക്കാൻ വന്നത് യുപിക്കാരായിരുന്നു. യുപിക്കാരോട് ഞങ്ങൾ ചോദിച്ചപ്പോൾ പറഞ്ഞു അറാംകോ കമ്പനി അല്ലെന്ന് പറഞ്ഞു. പിന്നെ നമുക്ക് വേറെ രക്ഷയില്ല, വന്ന് പെട്ടുപോയി, എങ്ങോട്ട് പോകണമെന്ന് അറിയത്തില്ല. പിന്നെ അവരിവിടെ പോയി. പറഞ്ഞ കമ്പനിയോ ജോലിയോ ഇല്ലാതെ കരുതൽ തടങ്കൽ കേന്ദ്രത്തിന് സമാനമായ സാഹചര്യത്തിലാണ് നിലവിൽ യുവാക്കളുള്ളത്. അവിടെ മർദ്ദനമേൽക്കാറുണ്ടെന്നും ഭക്ഷണവും വെള്ളവും പോലും ലഭിക്കുന്നില്ലെന്നും യുവാക്കൾ വീട്ടിൽ വിളിച്ചറിയിച്ചു. മാലിന്യക്കൂമ്പാരത്തിൽ നിന്നാണ് നിലവിൽ ഇവർ ഭക്ഷണം കഴിക്കുന്നത് എന്നും കുടുംബം പറയുന്നു. എന്ന് വെച്ചാൽ ഇവനെ അടിക്കുകയൊക്കെ ചെയ്തപ്പോൾ കുഞ്ഞിപ്പം പട്ടിണി കിടന്ന് വേസ്റ്റ് വാരി തിന്നുന്ന ഫോട്ടോ കൂടെ ആണ് ഇട്ട് കൊടുത്തേക്കുന്നത്. അതുകൊണ്ട് ഭയങ്കര ഭക്ഷണം പോലും കൊടുക്കുന്നില്ല കുഞ്ഞിന്. ഞങ്ങളോട് വിളിച്ചു പറയും ചതിക്കപ്പെട്ടെന്ന്. അപ്പം ഞങ്ങൾ അവനോട് വിഷമം സഹിക്കാൻ പറയും, ജോലിക്ക് ഇറങ്ങാം. അപ്പോൾ ജോലിയും ശമ്പളവും ഒന്നുമില്ല. തങ്ങളുടെ മക്കളെ എത്രയും വേഗം ഈ നരകയാതനയിൽ നിന്നും രക്ഷപ്പെടുത്തി നാട്ടിലെത്തിക്കാൻ അടിയന്തര ഇടപെടൽ ഉണ്ടാകണമെന്നാവശ്യപ്പെട്ട് കുടുംബം പ്രവാസി മന്ത്രാലയത്തിന് പരാതി നൽകിയിട്ടുണ്ട്. അമൃത ന്യൂസ്, പത്തനംതിട്ട. സംസ്ഥാന റവന്യൂ വകുപ്പ് മന്ത്രി AP അനിൽകുമാറിന്റെ മകൻ ഡോക്ടർ അർജുൻ വിവാഹിതനായി. മലപ്പുറം സ്വദേശിനിയും സഹപ്രവർത്തകയുമായ ഡോക്ടർ നിരോക്ഷയാണ് ജീവിത പങ്കാളി. ഗുരുവായൂർ ക്ഷേത്രത്തിൽ വെച്ചായിരുന്നു വിവാഹം. മുഖ്യമന്ത്രി VD സതീശൻ, മറ്റു മന്ത്രിമാർ, AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ തുടങ്ങി നിരവധി പേർ ചടങ്ങിൽ പങ്കാളികളായി. AP അനിൽകുമാർ പുതിയ മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റെടുത്ത ഒരാഴ്ച തികയുന്നതിന് മുൻപാണ് ഇരട്ടി സന്തോഷമായി മകൻ അർജുന്റെ വിവാഹവും നടന്നത്. മലപ്പുറം സ്വദേശിനിയും സഹപ്രവർത്തകയുമായ ഡോക്ടർ നിരോക്ഷയാണ് അർജുന്റെ ജീവിത പങ്കാളി. ഗുരുവായൂർ ക്ഷേത്രത്തിൽ വച്ചായിരുന്നു വിവാഹം. രാവിലെ 6:15 മുഹൂർത്തം. 6:30 മുഖ്യമന്ത്രി VD സതീശൻ ഗുരുവായൂരിലെത്തി. വധൂവരന്മാരെ അനുഗ്രഹിച്ച ശേഷം മുഖ്യമന്ത്രി ക്ഷേത്ര ദർശനം നടത്തി. മുതിർന്ന നേതാക്കളായ KC വേണുഗോപാൽ, രമേശ് ചെന്നിത്തല, ദീപാദാസ് മുൻഷി, MP-മാർ, MLA-മാർ തുടങ്ങി നിരവധി പേർ ചടങ്ങിൽ പങ്കാളികളായി. അമൃത ന്യൂസ്, തൃശൂർ. മുഖ്യമന്ത്രി VD സതീശനും എറണാകുളം ജില്ലയിൽ നിന്നുള്ള മന്ത്രിമാർക്കും MLA-മാർക്കും സ്വീകരണം ഒരുക്കി കൊച്ചി പൗരാവലി. നടൻ മമ്മൂട്ടിയും സർപ്രൈസായി ചടങ്ങിനെത്തി. മികച്ച നേതൃത്വം നൽകാൻ സതീശനാകട്ടെ എന്ന് മമ്മൂട്ടി ആശംസിച്ചു. കടവന്ത്ര ഇൻഡോർ സ്റ്റേഡിയത്തിലാണ് പരിപാടി നടന്നത്. മുഖ്യമന്ത്രി VD സതീശനും മന്ത്രിമാർക്കും MLA-മാർക്കും വലിയ സ്വീകരണമാണ് കൊച്ചി പൗരാവലിയുടെ നേതൃത്വത്തിൽ നൽകിയത്. കൊച്ചിയിലെ രാഷ്ട്രീയ സാംസ്കാരിക നിയമരംഗങ്ങളിലെ പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്തു. നടൻ മമ്മൂട്ടിയും കുഞ്ചാക്കോ ബോബനും മുഖ്യാതിഥികളായിരുന്നു. മുഖ്യമന്ത്രി പദവി വലിയ ഉത്തരവാദിത്തമാണ്. ജനങ്ങളോടുള്ള ഉത്തരവാദിത്തം നീതിപൂർവ്വം നിർവഹിക്കാൻ VD സതീശന് കഴിയട്ടെ എന്നും മമ്മൂട്ടി ആശംസിച്ചു. തമിഴ്നാടിൻ്റെയും ആന്ധ്രാപ്രദേശിൻ്റെയും കേരളത്തിൻ്റെയും ഒക്കെ മുഖ്യമന്ത്രിയായിട്ട് ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. പക്ഷേ യഥാർത്ഥത്തിലൊരു മുഖ്യമന്ത്രിയായിരിക്കുക എന്നുള്ളത് നല്ല ബുദ്ധിമുട്ട് പിടിച്ച പണിയാണ്. ഒരു വലിയ ഉത്തരവാദിത്വമാണ് സതീശൻ അവരുടെ ചുമരിൽ എത്തിയിരിക്കുന്നത്. വരും കാലങ്ങളിലെ നമ്മുടെ മുഖ്യമന്ത്രിക്ക് എല്ലാ അനുമോദനങ്ങളും അർപ്പിക്കുകയും അതിലോട്ടുള്ള അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ കൂടുതൽ ഉത്സാഹപൂർവ്വം നീതിപൂർവ്വം നടത്താൻ സാധിക്കട്ടെ ആശംസിക്കുകയും ചെയ്യുന്നു. എറണാകുളം ജില്ലയോടും കൊച്ചി നഗരത്തോടും തനിക്ക് ആഴത്തിൽ ബന്ധമുണ്ടെന്നും ജീവിതത്തിലെ ഏറ്റവും ധന്യമായ മുഹൂർത്തത്തിലൂടെയാണ് താൻ കടന്നുപോകുന്നതെന്നും VD സതീശൻ പറഞ്ഞു. കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ മെച്ചപ്പെടുത്തണം, അതൊരു വെല്ലുവിളിയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഈ നഗരത്തിലായിരുന്നു എൻ്റെ ബാല്യവും
എൻ്റെ കൗമാരവും എൻ്റെ യുവത്വവുമെല്ലാം ഈ ജില്ലയുമായും ഈ നഗരവുമായും എനിക്കുള്ള ബന്ധം അത് വളരെ ആഴത്തിലുള്ള ഒരു ബന്ധമാണ്. ഇന്ന് നമ്മൾ കളിച്ചു വളർന്ന നഗരത്തിൻ്റെ ആ ഹൃദയവികാരങ്ങൾ ഏറ്റുവാങ്ങാൻ, സന്തോഷം പങ്കുവയ്ക്കാൻ നിങ്ങളോടൊപ്പം ആയിരിക്കുമ്പോൾ ജീവിതത്തിലെ ഏറ്റവും ധന്യമായ മുഹൂർത്തത്തിലൂടെയാണ് ഞാൻ കടന്നു പോകുന്നത് എന്ന് ഞാൻ കരുതുകയാണ്. കൊച്ചിയിലെ ആളുകളുടെ ആശീർവാദവും സ്വീകരണവും ഏറ്റുവാങ്ങിയ ശേഷമാണ് മുഖ്യമന്ത്രി സ്വന്തം മണ്ഡലമായ പറവൂരിലേക്ക് പോയത്. അമൃത ന്യൂസ്, കൊച്ചി. തിരുവനന്തപുരം പാളയം മാർക്കറ്റിലെ അനധികൃത നിർമ്മാണം പൊളിച്ചുമാറ്റി കോർപ്പറേഷൻ. നഗരസഭയുടെ വിവിധ സ്ഥലങ്ങളിലെ അനധികൃത നിർമ്മാണം ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നും പൊളിച്ചുമാറ്റൽ തുടരുമെന്നും മേയർ വി രാജേഷ് പറഞ്ഞു. കോർപ്പറേഷന്റെ പാളയം കണ്ണിമറ മാർക്കറ്റിലെ കച്ചവടക്കാർക്കിടയിൽ നടക്കുന്ന അനധികൃത പണപ്പിരിവ് ശ്രദ്ധയിൽപ്പെട്ടതോടെയാണ് മേയർ വി രാജേഷിന്റെ നേതൃത്വത്തിലുള്ള ഉദ്യോഗസ്ഥ സംഘം മാർക്കറ്റിൽ സന്ദർശനം നടത്തിയത്. തുടർന്നാണ് അനധികൃത നിർമ്മാണവും പൊളിച്ചു നീക്കിയത്. സ്മാർട്ട് സിറ്റി പദ്ധതി പ്രകാരം 18 കോടി രൂപ മുടക്കി നിർമ്മിച്ച കെട്ടിടത്തിൽ കച്ചവടം നടത്താൻ കഴിയാത്ത സ്ഥിതിയാണ് ഉള്ളത്. 100-ലധികം കടകളാണ് ഇവിടെ ഒഴിഞ്ഞു കിടക്കുന്നത്. അനധികൃത നിർമ്മാണങ്ങൾ ഉടമസ്ഥർ തന്നെ പൊളിച്ചു മാറ്റണമെന്നും മേയർ ആവശ്യപ്പെട്ടു. അനധികൃതമായിട്ടുള്ള എല്ലാ നിർമ്മാണ പ്രവർത്തനങ്ങളും പൊളിച്ചു മാറ്റാൻ തീരുമാനിച്ചിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ ഈ രേഖകൾ പരിശോധിച്ചതിന് ശേഷം അനധികൃതമായി നിർമ്മിച്ചിട്ടുള്ള ഞങ്ങൾ പൊളിച്ചു മാറ്റും. തിരുവനന്തപുരം കോർപ്പറേഷനിൽ വ്യാപകമായി പല സ്ഥലങ്ങളിലും അനധികൃത നിർമ്മാണങ്ങൾ നടത്തിയിട്ടുണ്ട്. അതിൽ കച്ചവടം പൊടിപൊടിക്കുന്നുണ്ട്. അങ്ങനെ ചെയ്തിട്ടുള്ളവരോട് ഞങ്ങൾ പറയുന്നു, നിങ്ങൾ തന്നെ ആ വസ്തുക്കൾക്ക് നാശം വരാതെ അതിനെ പൊളിച്ചു മാറ്റണം. UDF സർക്കാരുമായി നല്ല ബന്ധമാണ് പ്രതീക്ഷിക്കുന്നത്. മുഖ്യമന്ത്രിയും 2 മന്ത്രിമാരുമായി കൂടിക്കാഴ്ച നടത്തി. മറ്റു മന്ത്രിമാരെ ഉടൻ കാണുമെന്നും മേയർ പറഞ്ഞു. അമൃത ന്യൂസ്, തിരുവനന്തപുരം. താരസംഘടനയായ അമ്മയിൽ പൊട്ടിത്തെറി. ജനറൽ സെക്രട്ടറി കുക്കു പരമേശ്വരനും അൻസിബ ഹസനുമെതിരെ വൈസ് പ്രസിഡന്റ് ലക്ഷ്മി പ്രിയ രംഗത്ത് വന്നു. ടിനി ടോമിനെതിരെ നടി നീന കുറുപ്പ് പരാതി നൽകിയതിന് തൊട്ടു പിന്നാലെയായിരുന്നു ലക്ഷ്മി പ്രിയയുടെ പ്രതികരണം. ടിനി ടോം തന്നെ അസഭ്യം പറഞ്ഞു എന്നാണ് നീന കുറുപ്പിന്റെ പരാതി. അതേസമയം അമ്മ ഭരണസമിതി രാജിവെക്കണമെന്ന് മാലാ പാർവതി ആവശ്യപ്പെട്ടു. ടിനി ടോമിനെതിരായ അൻസിബ ഹസന്റെ പരാതിയുടെ വിശദാംശങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെയാണ് നടി നീന കുറുപ്പും പരാതിയുമായി രംഗത്ത് വന്നിരിക്കുന്നത്. അമ്മയുടെ കുടുംബസംഗമത്തിനിടെ ടിനി ടോം കേട്ടാലറയ്ക്കുന്ന ഭാഷയിൽ അസഭ്യം പറയുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തു എന്നാണ് പരാതിയുടെ ഉള്ളടക്കം. ഫെബ്രുവരിയിലാണ് പരാതിക്ക് ആസ്പദമായ സംഭവമുണ്ടായത്. ടിനി ടോമിനെതിരെ പരാതി നൽകണമോ എന്ന കാര്യത്തിൽ ആദ്യം കൺഫ്യൂഷൻ ഉണ്ടായതുകൊണ്ടാണ് ഇത് നൽകാൻ വൈകിയതെന്നും നീന കുറുപ്പ് പറഞ്ഞു. സംഭവം നടന്നിട്ട് കുറച്ച് ആഴ്ചകളായിട്ടുണ്ട്. പക്ഷേ ഞാൻ കംപ്ലൈന്റ് കൊടുത്തിട്ട് കുറച്ച് ദിവസങ്ങളെ ആയിട്ടുള്ളൂ. ഐ വാസ് കൺഫ്യൂസ്, കൊടുക്കണ്ടേ. പിന്നെ എവിടെയോ എനിക്കൊരു പോയിന്റ് തോന്നി, കൊടുത്തിട്ടില്ലെങ്കിൽ അത് നമ്മൾ മറ്റൊരു രീതിയിൽ ആ ഒരു അന്യായമോ അനീതിയോ വളർത്താൻ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നത് പോലെയാണ്. തീർച്ചയായിട്ടും സംഘടന അത് ടേക്കപ്പ് ചെയ്യും. ഐ ബിലീവ് ഇൻ മൈ അസോസിയേഷൻ. നീന കുറുപ്പിന്റെ പരാതിയുടെ വിശദാംശങ്ങൾ പുറത്തു വന്നതിന് തൊട്ടു പിന്നാലെ ടിനി ടോമിനെതിരായ ആരോപണങ്ങൾ നിഷേധിച്ചുകൊണ്ട് ലക്ഷ്മി പ്രിയയും രംഗത്ത് വന്നു. നീന കുറുപ്പാണ് അസഭ്യം പറഞ്ഞതെന്ന് ലക്ഷ്മി പ്രിയ ആരോപിച്ചു. ഈ നീന കുറുപ്പിനെ ടിനി ടോം ചീത്ത വിളിക്കുകയോ കയ്യേറ്റം ചെയ്യാൻ ശ്രമിക്കുകയോ ചെയ്തിട്ടില്ല. ഞാൻ മാത്രമല്ല ആ ഹാളിലുള്ളത്, 100-150 ആൾക്കാരുണ്ട്. നീന കുറുപ്പിനെ പിടിച്ചു വെച്ച വ്യക്തി ഞാനാണ്. നീന കുറുപ്പാണ് ഈ വാക്കുകളൊക്കെ പറയുകയും ഭയങ്കര ഷൗട്ട് ചെയ്യുകയും പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തത്. ഞാൻ കണ്ടത് അതാണ്. എന്തിന് ടിനി ടോമിനെ മാറ്റി നിർത്തണം? ടിനി ടോം അൻസിബ ഹസനെ പറയുന്നത് അൻസിബ ഹസൻ കേട്ടിട്ടുണ്ടോ? എല്ലാ കഥകളുടെയും പിന്നിൽ നീന എന്ന് പറയുന്ന ഒരു പോയിന്റ് ഉണ്ടാവും. അതെന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത്? ജനറൽ സെക്രട്ടറി കുക്കു പരമേശ്വരനെതിരെയും ലക്ഷ്മി പ്രിയ ആഞ്ഞടിച്ചു. സംഘടനയിലെ കണക്കുകൾ കൃത്യമായി മറ്റംഗങ്ങളെ ബോധിപ്പിക്കാറില്ലെന്നും ഔദ്യോഗിക മെയിലുകൾ കുക്കു പരമേശ്വരൻ ഡിലീറ്റ് ചെയ്തുവെന്നും ലക്ഷ്മി വ്യക്തമാക്കി. ഇതുവരെ ഒരു കണക്കുകളും ഞങ്ങളെ ബോധ്യപ്പെടുത്തിയിട്ടില്ല. ഈ സെക്രട്ടറി കത്തുകൾ റിമൂവ് ചെയ്യുന്നതിന് നടപടി വേണ്ടേ? ഈ സെക്രട്ടറി ഞങ്ങളുടെ സാമ്പത്തികം ദുരുപയോഗം ചെയ്യുന്നതിനെതിരെ നടപടി വേണ്ടേ? നീന കുറുപ്പ് എന്ന് പറയുന്നത് സെക്രട്ടറിയുടെ ശിങ്കിടിയാണ്. അത് ഞാൻ എവിടെ വേണമെങ്കിലും പറയും. അതേസമയം താരസംഘടനയായ അമ്മയുടെ ഭരണസമിതി രാജിവെക്കണമെന്ന് മാലാ പാർവതി ആവശ്യപ്പെട്ടു. ശ്വേതയും കുക്കു പരമേശ്വരനും 2 തട്ടിലാണെന്നും അമ്മയിലെ വിഷയങ്ങൾ സംബന്ധിച്ച് അംഗങ്ങൾക്ക് ഒരു തരത്തിലുമുള്ള വിവരവും ലഭിക്കുന്നില്ലെന്നും മാലാ പാർവതി ആരോപിച്ചു. അമൃത ന്യൂസ്, കൊച്ചി.
കാസർഗോഡ് പാണലത്ത് ഭർത്തൃ വീട്ടുകാരുടെ മുന്നിൽ വെച്ച് നവവധു ആസിഡ് കുടിച്ച് ജീവനൊടുക്കിയതായി പരാതി. സംഭവത്തിൽ ഭർത്താവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ബദിയടുക്ക ചേർലടുക്കം സ്വദേശിനിയായ ഫാത്തിമത്ത് സുഫൈദ ആണ് മരിച്ചത്. സംഭവത്തിൽ ഭർത്തൃ വീട്ടുകാരുടെ പീഡനമാണ് മരണത്തിന് കാരണമായതെന്ന് ആരോപിച്ച് യുവതിയുടെ കുടുംബം രംഗത്തെത്തി. ശനിയാഴ്ച രാത്രി പാണലത്തെ ഭർത്തൃ വീട്ടിൽ വെച്ചാണ് സംഭവം നടന്നത്. ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും ഞായറാഴ്ച പുലർച്ചെയോടെ മരണപ്പെടുകയായിരുന്നു. വിദ്യാനഗർ പോലീസ് രജിസ്റ്റർ ചെയ്ത FIR പ്രകാരം ഭർത്താവിന്റെയും ഉമ്മയുടെയും ഭാഗത്ത് നിന്ന് യുവതിക്ക് മാനസികവും ശാരീരികവുമായ ഉപദ്രവമുണ്ടായിരുന്നതായി പരാതിയിൽ പറയുന്നു. സുഫൈദയുടെ സ്വർണം ആവശ്യപ്പെട്ട് നിരന്തരം പീഡനമുണ്ടായിരുന്നതായും കുടുംബം ആരോപിച്ചു. മരണത്തിൽ ദുരൂഹതയുണ്ടെന്നും സമഗ്ര അന്വേഷണം വേണമെന്നുമാണ് ബന്ധുക്കളുടെ ആവശ്യം. സംഭവത്തെ തുടർന്ന് ഭർത്താവ് ആദിലിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. കോഴിക്കോട് പെരുമണ്ണ ഗ്രാമപഞ്ചായത്തിൽ ഷിഗല്ല സ്ഥിരീകരിച്ചു. 2-3 വയസ്സുള്ള കുട്ടികൾക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. ഇരുവരെയും കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. കുട്ടികൾക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. പെരുമണ്ണ ഹെൽത്ത് സെന്ററിൽ പ്രവേശിപ്പിച്ച കുട്ടികളെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയായിരുന്നു. ഷിഗല്ല റിപ്പോർട്ട് ചെയ്തതോടെ പെരുമണ്ണ ഗ്രാമപഞ്ചായത്തും ആരോഗ്യവകുപ്പും ജനങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പ്രദേശങ്ങളിൽ ആരോഗ്യവകുപ്പിന്റെയും ഗ്രാമപഞ്ചായത്തിന്റെയും നേതൃത്വത്തിൽ പ്രതിരോധ പ്രവർത്തനങ്ങളും ഊർജിതമാക്കി. പെരുവയൽ ഗ്രാമപഞ്ചായത്തിലെ പൂവാട്ടുപറമ്പിലും നേരത്തെ ഷിഗല്ല കണ്ടെത്തിയിരുന്നു. ഷിഗല്ല ബാധിച്ച് ഒരു മരണവും നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നു. അമൃത ന്യൂസ്, കോഴിക്കോട്. സെക്സ് റാക്കറ്റ് കേസിലെ മുഖ്യപ്രതി സിന്ധു പരാതിക്കാരി ഏജന്റിനയച്ച ശബ്ദ സന്ദേശം പുറത്ത്. ഗുണ്ടകളെയും പോലീസിനെയും തനിക്ക് പരിചയമുണ്ടെന്നും നാട്ടിലാണെങ്കിലും ദുബായിലാണെങ്കിലും നല്ല ബന്ധങ്ങളുണ്ടെന്നുമാണ് സന്ദേശത്തിൽ പറയുന്നത്. പ്രശ്നങ്ങളൊന്നും ഉണ്ടാകില്ലെന്നും സിന്ധു ഓഡിയോയിൽ വ്യക്തമാക്കുന്നു. അതേസമയം സെക്സ് റാക്കറ്റുമായി ബന്ധപ്പെട്ട് ലഭിച്ച 2 പരാതികളിൽ കൂടി പോലീസ് കേസെടുത്തു. മോഡലിംഗിനെ മറയാക്കിയുള്ള സെക്സ് റാക്കറ്റ് കേസിൽ മുഖ്യപ്രതി സിന്ധുവിന്റെ നിർണായക ശബ്ദ സന്ദേശമാണ് പുറത്തു വന്നത്. ഗുണ്ടകളുമായും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുമായും നല്ല ബന്ധമാണെന്ന് സിന്ധു ഫോൺ സന്ദേശത്തിൽ പറയുന്നു. സൈബർ സെല്ലിലടക്കം തനിക്ക് പരിചയമുള്ള ആളുകൾ ഉണ്ടെന്ന് അവകാശപ്പെട്ട പ്രതി തന്നെ പിടികൂടാനോ കേസെടുക്കാനോ സാധ്യതയില്ലെന്നും പറയുന്നുണ്ട്. പരാതികൾ ഉയർന്ന സാഹചര്യത്തിൽ സിന്ധു ഏജന്റിന് അയച്ച സന്ദേശമാണിത്. പോലീസോ സൈബർ സെല്ലുകാർക്ക് സൈബർ സെല്ലോ ദുബായിലായാലും എനിക്ക് നല്ല കോൺടാക്ട് ഉണ്ട്. അതേസമയം കഴിഞ്ഞ ദിവസം പുതുതായി ലഭിച്ച 2 പരാതികളിൽ കൂടി പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഈ കേസിലും സിന്ധുവും ബിലാലും തന്നെയാണ് മുഖ്യപ്രതികൾ. ഇരുവരുടെയും സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ചും പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. ഇരുവരും ലക്ഷങ്ങൾ സമ്പാദിച്ചെന്നാണ് വിലയിരുത്തൽ. ബിലാലിന് നിരവധി ബാങ്ക് അക്കൗണ്ടുകൾ ഉണ്ടെന്നും പോലീസ് കണ്ടെത്തി. സിന്ധുവിന്റെ അക്കൗണ്ടിൽ നിന്ന് ഗുണ്ടാ നേതാവ് ഔറംഗസേബിന്റെ അക്കൗണ്ടിലേക്കും നിരവധി തവണ പണം എത്തിയിട്ടുണ്ട്. പ്രതികൾക്കായുള്ള കസ്റ്റഡി അപേക്ഷ 2 ദിവസത്തിനുള്ളിൽ പോലീസ് സമർപ്പിക്കും. അമൃത ന്യൂസ്, കൊച്ചി. തമിഴ്നാട് ആളിയാർ ഡാമിലെ കനാലിൽ ആന ചെരിഞ്ഞ നിലയിൽ ഇന്നലെ വൈകിട്ടോടെയാണ് നാട്ടുകാർ ആനയുടെ ജഡം കണ്ടത്. ഉടൻ തന്നെ വനംവകുപ്പിന് വിവരം അറിയിക്കുകയായിരുന്നു. നെല്ലിയാമ്പതിയിലെ ചില്ലിക്കൊമ്പനാണ് ചെരിഞ്ഞതെന്നാണ് സംശയം. വോട്ട് ചെയ്യാൻ സ്വദേശമായ പശ്ചിമബംഗാളിലേക്ക് പോയ അതിഥി തൊഴിലാളികൾ തിരിച്ചു വരാത്തതിനെ തുടർന്ന് സംസ്ഥാനത്ത് തൊഴിലാളി ക്ഷാമം രൂക്ഷം. തൊഴിലാളി ക്ഷാമത്തെ തുടർന്ന് ചെറുകിട സംരംഭകർ ഉൾപ്പെടെ പ്രതിസന്ധിയിലാണ്. വിമാന ടിക്കറ്റ് ഉൾപ്പെടെ വാഗ്ദാനം ചെയ്തിട്ടും അതിഥി തൊഴിലാളികൾ സംസ്ഥാനത്തേക്ക് മടങ്ങിയെത്താൻ വിമുഖത കാട്ടുകയാണ്. വോട്ട് ചെയ്യാനായി പശ്ചിമബംഗാളിലേക്ക് പോയ അതിഥി തൊഴിലാളികൾ 1.5 മാസമായിട്ടും തിരിച്ചെത്തിയിട്ടില്ല. തിരികെ വരാൻ ഉയർന്ന ശമ്പളമാണ് ഇവർ ആവശ്യപ്പെടുന്നത്. ആവശ്യപ്പെടുന്ന ശമ്പളം നൽകാമെന്ന് പറഞ്ഞിട്ടും തിരികെ എത്താൻ അതിഥി തൊഴിലാളികൾ തയ്യാറാകാത്തതോടെ സംസ്ഥാനത്തെ വ്യവസായ മേഖല കടുത്ത പ്രതിസന്ധിയിലാണ്. പല സ്ഥാപനങ്ങളും തൊഴിലാളികളില്ലാതെ പൂട്ടിയിട്ടിരിക്കുന്ന സ്ഥിതി. ഏറ്റെടുത്ത പണികൾ പൂർത്തിയാക്കാൻ സാധിക്കാതെ കുഴങ്ങിയിരിക്കുകയാണ് ചെറുകിട വ്യവസായികൾ. വിമാന ടിക്കറ്റ് ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ വാഗ്ദാനം ചെയ്തിട്ടും പലരും തിരിച്ചുവരാൻ തയ്യാറാകാത്തതും പ്രതിസന്ധി വർദ്ധിപ്പിക്കുകയാണ്. 1 മാസത്തോളമായി അവർ പോയിട്ട് ഇലക്ഷൻ ടൈമിൽ പോയതാണ്. ഇത് വരാത്തത് കൊണ്ട് തന്നെ മൊത്തം ക്ലോസിംഗ് ആയിട്ട് ഒരു 10-35 പേരോളം വർക്ക് ചെയ്തുകൊണ്ടിരുന്നതാണ്. ലോഡിന് പോകാനായിട്ടും കമ്പനിയിലുമായിട്ട്. വരാത്തതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മുടെ മൊത്തം സ്റ്റോക്കായി എല്ലാം നിർത്തി വെച്ചിരിക്കുന്ന അവസ്ഥയാണ്. അപ്പോൾ അവർ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല. അപ്പോൾ നമ്മൾ ഓരോരുത്തരെയായിട്ട് വിളിച്ച് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആൾക്കാരിന് വേണ്ടിയിട്ട്. അപ്പോൾ ഒന്നും കൺഫേം ആയിട്ടില്ല. അത് എല്ലാ കമ്പനിയിലും ഇപ്പോൾ ആൾക്കാർ കമ്മിയാണ്. എല്ലാവിടെയും 25 പേരൊക്കെ വർക്ക് ചെയ്തവിടെ 1-2 ആൾക്കാരായിട്ടാണ് ഇപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ നമ്മുടെ ഇവിടുത്തെ ആൾക്കാരെ ഇതിന് സെറ്റും ആകുന്നില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കുന്നത്. അവർ ഇപ്പോൾ അവിടെ തന്നെ കൂലി എല്ലാം ഉണ്ട് എന്നാണ് അവർ പറയുന്നത്. നമ്മൾ കൂലി ഇവിടെ നിന്ന് കൂട്ടിക്കൊടുക്കാമെന്നെല്ലാം പറയുന്നുണ്ട്. ഇനി അത് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് നോക്കിയിട്ട് അതിനനുസരിച്ച് സെറ്റ് ചെയ്യാറുണ്ടാണ്.
ബീഹാർ, പശ്ചിമബംഗാൾ തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ തൊഴിലാളികളാണ് ഇതിൽ കൂടുതലും. പശ്ചിമബംഗാളിൽ പുതിയ സർക്കാർ അധികാരത്തിലേറിയതോടെ ജോലി സാധ്യത വർദ്ധിച്ചതായും ഉയർന്ന കൂലി സ്വന്തം നാട്ടിൽ തന്നെ ലഭിക്കുമ്പോൾ മറ്റൊരു നാട്ടിലേക്ക് വരേണ്ടതില്ല എന്ന നിലപാടിലാണ് അതിഥി തൊഴിലാളികൾ. അമൃത ന്യൂസ്, പാലക്കാട്.